ദേശസ്നേഹിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഒരു കേസ് എങ്ങനെ കൊടുക്കണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ മുതൽ നമ്മൾ അത് വിശദമാക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു കേസ് കൊടുക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അതിന് കൃത്യമായ നിയമപരമായ സാധുവായ ഒരു കാരണം വേണം. കോസ് ഓഫ് ആക്ഷൻ എന്ന ലീഗൽ ടേം പറയാൻ പറ്റും. ഈ കോസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. 1908 സിവിൽ നിയമ സംഹിത അഥവാ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൽ ഒരു കോസ് ഓഫ് ആക്ഷൻ അഥവാ നടപടിയുടെ കാരണം എന്താണ് എന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം ജുഡീഷ്യറിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്കിലും നമ്മൾക്ക് ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ എതിരെ കൊണ്ടുവരാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള ഒരു അവകാശവാദമായിട്ടാണ് നടപടിയുടെ കാരണത്തെ നമുക്ക് ഏറ്റവും ലളിതമായി നിർവചിക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് അതിൻ്റെ നിയമപരമായ അവകാശം നിലനിർത്തുവാനും അല്ലെങ്കിൽ അത് നിയമപരമായ അവകാശം സ്ഥാപിച്ചെടുക്കുവാനും ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അവകാശമാണ് നമ്മളുടെ നിയമപരമായിട്ടുള്ള അവകാശം സ്ഥാപിക്കാനും അല്ലെങ്കിൽ നിലനിർത്തുവാനും അതിനുവേണ്ടി ഒരു ജുഡീഷ്യറിയെ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തെ സമീപിക്കുന്നതിനുള്ള അവകാശം. ഈ രണ്ട് വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾക്ക് കോസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് ഇത് കുറച്ചുകൂടി ലളിതമാക്കാം. ഒരു വ്യക്തി, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന വ്യക്തി, അയാൾ സ്വയം അധ്വാനിച്ച് സമ്പാദിച്ച വീട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നു. എന്നാൽ ഈ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടിട്ട് ബി എന്ന വ്യക്തി അയാളെ നിരന്തരം പല വിധത്തിൽ ശല്യം ചെയ്യുന്നു എന്ന് കരുതുക. തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചിരിക്കുന്ന വസ്തു സമാധാനപരമായി ആസ്വദിക്കുന്നതിന് എക്ക് ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിന് എതിരാണ് ബിയുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ ആ അവകാശം നിലനിർത്താനും അത് സ്ഥാപിച്ചെടുക്കാനും വേണ്ടി ബിക്കെതിരെ എക്ക് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ശല്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കോസ് ഓഫ് ആക്ഷൻ ആയി വരുന്നത്. ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കാരണത്തിന്റെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നിയമപരമായ അവകാശങ്ങൾ, നിയമം അംഗീകരിക്കുന്ന നിയമപരമായ അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഒരു കോസ് ഓഫ് ആക്ഷൻ അഥവാ നടപടിയുടെ കാരണം. ഈ അവകാശങ്ങൾ നിയമങ്ങളിൽ നിന്നോ ചട്ടങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് നിയമപരമായ കടമകൾ. പ്രതിയായി നമ്മൾ ആരോപിക്കുന്ന ആ വ്യക്തി വാദിക്ക് നൽകേണ്ട നിയമപരമായ കടമയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഒരു നടപടിക്കുള്ള കാരണം. അതായത് ഇപ്പോൾ ഉദാഹരണം അതിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നൽകേണ്ട നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ലംഘിക്കപ്പെട്ടാൽ അവർക്ക് സിവിൽ സ്യൂട്ട് വഴി അത് സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും. വിശദമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും കാണാം. കോസ് ഓഫ് ആക്ഷനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വിശദമായി സംസാരിക്കാൻ പറ്റുന്നതാണ്. ജയ് ഭാരത്.